കൂലി ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻറ്റ്. 2025 എന്ന് പറഞ്ഞാൽ എല്ലാ കിടിലൻ വൺ ലെവൽ ഡയറക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്ത ഒരു ഇയർ എന്നുള്ളത് വീണ്ടും തുടരുകയാണ്. ലോകേഷ് കനകരാജ് ഇന്നേ വരെ ഡിസപ്പോയിൻ്റ് ചെയ്യാത്ത ഒരു ഡയറക്ടറാണ്. പക്ഷേ എന്നടാ ലോക്കി പണി വെച്ചിരിക്കെ. പൊതുവേ ഈ ടോണിലല്ല നമ്മളിത് പറയാറ്, ഞാനിത് പറയാറ്. പക്ഷേ ഇത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഞാൻ ഒരു ആക്ടേഴ്സിനെയും ഇതിനകത്ത് ഞാൻ കുറ്റം പറയില്ല. കാരണം സ്റ്റൈൽ മന്നൻ, രജനീകാന്ത് ആയാലും എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, എസ്പെഷ്യലി സൗബിൻ ആൻഡ് നാഗാർജുന കിടിലം പെർഫോമൻസാണ്. പക്ഷേ എന്ത് കാര്യം, ഇവരാരെയും കൊണ്ട് ഈ സിനിമ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, എൻ്റർടൈനിങ് ആക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇവരെല്ലാവരും മുറയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ചില സമയത്ത് എഡിറ്റിംഗ് നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര ലാഗ് അടിച്ച് എനിക്ക് ഈ സിനിമ. ഇത് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കിങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമെന്നേ ഇല്ല. പക്ഷേ ഐ ആം സൂപ്പർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് മൂവി. ഞാൻ പ്രതീക്ഷ ഒരു ലെവൽ പടമേ അല്ല, ഒരു ഫാസ്റ്റ് പേസ്ഡ് പടമായിട്ട് തോന്നിയില്ല. ഈ ഡയറക്ടറിൻ്റെ ഇതിനു മുന്നേയുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ അന്ത ലെവൽ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമകൾ. വിക്രത്തിൻ്റെ ഇൻ്റർവൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇൻ്റർവൽ ബ്ലോക്ക്. പൊതുവേ രജനീകാന്തിൻ്റെ പടത്തിൻ്റെ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ പേട്ടയുടെ ഇൻ്റർവൽ എന്ത് വേറെ ലെവലായിരുന്നു, എന്ത് ലെവലിലാണ് ഫീൽ ചെയ്യണത്. ലോകേഷ് രജനീകാന്ത് എന്നുള്ള നടന മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് കാണിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്താ ലെവലിൽ പുള്ളി ചെയ്തു വെക്കുന്നു. പക്ഷേ ലോക്ക് ഇത്തവണ പാളിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇത്രയും കിടിലൊരു സ്റ്റാറിനെ കിട്ടിയിട്ട് ലോക്കിക്ക് എന്താ പറ്റിയെന്നായിപ്പോയി എനിക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥ. ശ്രുതി ഹസൻ ആക്ച്വലി വളരെ ഡീസൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ആരെയും ഒരാളെപ്പോലും എനിക്ക് ആക്ടിങ് വൈസ് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ദെയർ പോർട്രയൽ അത് അങ്ങോട്ട് സെറ്റായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഉപേന്ദ്ര രസമായിട്ട് ചില പോർഷനുകൾ ചെയ്തിട്ടുണ്ട്, ചില പോർഷൻ കാണുമ്പോൾ എനിക്ക് ചിരി വരികയായിരുന്നു. പുള്ളീനെ പോർട്രേ ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. ചില സമയത്തൊക്കെ ഈ സിനിമയുടെ പല ഭാഗങ്ങളും നാടകം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. അതേപോലെ ആമിർ ഖാൻ, ഐ ഫീൽ സോ സോറി ഫോർ ഹിം. കാരണം അന്യായ ലുക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ലുക്കാണ്. പക്ഷേ കോമഡി പീസാക്കി കളഞ്ഞത് അവസാനം എനിക്ക് ശരിക്കും കോമഡി പീസാക്കി കളഞ്ഞ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് ഒരു സീനുണ്ട്, ഒരു സിഗരറ്റ് വലിക്കുന്ന സീൻ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഐ ഡോണ്ട് എൻഡോർസ് സിഗരറ്റ് ഓർ ഡ്രിങ്കിങ് ഓർ സ്മോക്കിംഗ്, ബട്ട് അത് കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയെന്താണെന്ന് ഞാൻ വെട്ടി തുറന്ന് പറയാം, ഈ ജയിലർ എന്നുള്ള സിനിമയുടെ ഓറയും ആ ഒരു വൈബും കണ്ടിട്ട് ലോക്കി അതുപോലെ എന്തോ ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ്. ഒത്തില്ല, എനിക്കങ്ങനെ തോന്നിയത്. ജയിലർക്ക് എന്ത് ഇൻ്റർവൽ പഞ്ചായിരുന്നു, എന്ത് പടം വരുന്നത്, എന്തൊരു എക്സ്പീരിയൻസ് ആണ് വനിതയിൽ കിട്ടിയത്. വനിത ഞാൻ അവിടെ ചൂസ് ചെയ്യാൻ തന്നെ കാരണം അന്യായ വൈബുള്ള ഒരു തിയേറ്റർ ആയതുകൊണ്ടാണ്. പക്ഷെ ഉറക്കിക്കളഞ്ഞ അവിടുത്തെ ഒരു ഓഡിയൻസിനെ എന്ന് പറയേണ്ടി വരും. അത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓഡിയൻസ്, അതായത് മാരക എനർജിയോടെ വന്ന ഓഡിയൻസ് തണുത്തു പോയ അവസ്ഥ. അതായത് ഓരോ സീൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവണേ, എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ. സൗബിനാണ് ആകെ ഈ സിനിമയിൽ ഒരു കിക്കായിട്ട് ഫീൽ ചെയ്തത്. അതും നമ്മൾ ഇതുവരെ കാണാത്ത സൗബിനൊന്നുമല്ല. സൗബിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ പറവ എന്നുള്ള സിനിമ സൗബിൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് അതിനകത്തൊരു കിണ്ണം കാച്ചി നേറ്റീവ് റോൾ ചെയ്തിട്ടുള്ള സൗബിന് ദിസ് ഇസ് പീസ് ഓഫ് കേക്ക്. അതിനകത്ത് വളരെ കുറച്ച് നേരം സൗബിനുള്ളൂ, പക്ഷേ ആ കുറച്ച് നേരം മതി എന്ത് കൊടൂര വില്ലനാണ് സൗബിൻ എന്നുള്ള നമുക്കറിയാൻ പറ്റും. ഇതിനകത്ത് സൗബിനെ കാണുമ്പോഴും സൗബിൻ്റെ ആക്ടിങ് കാണുമ്പോൾ നമുക്കൊരു കൊടൂര വില്ലൻ വൈബ് കിട്ടുന്നുണ്ട്. ഈവൻ നാഗാർജുന ഒരു പരിധി വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കോമഡി പീസാക്കി കളഞ്ഞ്. അതേപോലെ ഈ മോണിക്ക എന്നുള്ള
പൂജ ഹെഗ്ഡേയുടെ ഐറ്റം സോങ് വരുന്ന പോർഷൻ എന്ത് ആർട്ടിഫിഷ്യലായിരുന്നു അറിയാം. അത് ഈ 2025 ഇങ്ങനെ കൊണ്ടുവന്നൊരു പാട്ട് കുത്തിക്കയറ്റിയതിന് ലോക്കി എന്തായിരുന്നു വാട്ട് വാസ് ലോക്കി തിങ്കിങ് എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്ന് വെച്ചാൽ അന്തമാതിരി ഏതോ ഒരു ഷൊണ്ണേഷ് ഒരു ചെക്കനെ പിടിച്ചിട്ട് എന്താണ് എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് കപ്പലിലെ എന്താ നമ്മുടെ ഡോക്ക് ചെയ്ത് വെച്ചേക്കണ കപ്പലല്ല കണ്ടെയ്നർ, അതിൻ്റെ മുകളിൽ കണ്ടും എൻഗേജ്മെൻറ്റ് നടക്കണം. എൻഗേജ്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുള്ള പെണ്ണ് വന്നിട്ട് ഡാൻസ് കളിക്കുക. ഇവിടെ എവിടെ ലോജിക്ക് വിലയല്ല എനിക്ക് തോന്നുന്നത്. ലോജിക്ക് കപ്പലിൽ നിന്ന് ചാടി വെള്ളത്തിൽ ചാടി ചത്തെന്ന് പറഞ്ഞാൽ മതി ലോജിക്ക്. അങ്ങനത്തെ അവസ്ഥയാണ്. എന്ത് നോൺസെൻസ് ആയിരുന്നു അത്. എന്നിട്ട് ഇവിടെ ഒരുമാതിരി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ചില ബി ഗ്രേഡ് പടത്തിൽ പോലും ഇതിനും ഭേദമുള്ള ഒരു ലോജിക്കും അതുപോലെ തന്നെ എന്താണ് എനിക്ക് വേറൊരു സാധനവും ഞാൻ പറയാനുള്ളത്. അന്ത ലെവൽ പടങ്ങളിൽ പോലും ഇതിനേക്കാൾ നല്ല ലോജിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരവസ്ഥ. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ സിനിമ കണ്ടിട്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ നല്ലതാണെങ്കിൽ അന്ത ലെവൽ എക്സ്പീരിയൻസും, മോശമാണെങ്കിൽ ശരിക്കും ഡിസപ്പോയിൻ്റ് ആവും എന്നുള്ള. പക്ഷെ എൻ്റെ തീം ഇത് വൻ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഞാൻ ഇത്രയും ഡിസപ്പോയിൻ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോലും ഇല്ല. ലോക്കിയുടെ അടുത്ത് നിന്ന് ഒരു മിനിമം ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി അതുണ്ട്, ക്യാമറ വർക്ക് കിടുവാണ്. പക്ഷെ ഇമ്പാക്റ്റ് ഇല്ല, പഞ്ചില്ല, അതാണ് പ്രശ്നം. ക്യാമിയോ ഉണ്ട് പക്ഷെ പഞ്ചില്ല. ആക്ഷൻ ഉണ്ട് പക്ഷെ പഞ്ചില്ല. വില്ലന്മാർ ഇത്ര പേരുണ്ട്, വെട്ടു കുത്ത് മറ്റേ മറിച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനും പഞ്ചില്ലെന്നേ. ഒരു സാധനത്തെ പഞ്ചില്ല. ആകെ പഞ്ചുള്ള സാധനം നമ്മുടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധ് കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ത ലെവൽ അനി പണി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്, ഒരു കാര്യമില്ലാത്ത അവസ്ഥ. അന്ത ലെവലിൽ BGM ഒക്കെ ചെയ്തിട്ടും ഒന്നും ഏക്കണില്ല. അതായത് വലിയ ഗുണ്ടൊക്കെ വന്ന് പൊട്ടിക്കുന്നുണ്ട്, പക്ഷേ ഓപ്പൺഹൈമറായിപ്പോയ ഒരവസ്ഥ. നനഞ്ഞ പടക്കം എന്നൊക്കെ പറയൂലേ, നനഞ്ഞ പടക്കം, മലയാളത്തിൽ പറഞ്ഞാൽ നനഞ്ഞ പടക്കം. അതാണ് ചുരുക്കി പറഞ്ഞ ഈ സിനിമയുടെ എൻ്റെ അഭിപ്രായം. ഏറ്റില്ല, ഒത്തില്ല, പാളിപ്പോയി, ചീറ്റിപ്പോയി. അതാണ് എനിക്ക് തോന്നിയത്. എനിക്കിങ്ങനെ പറയണതിലെല്ലാം ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഞാൻ ഇനി ഒരിക്കലും ആ ലിയോയുടെ മറ്റേ സെക്കൻഡ് ഹാഫ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഞാൻ കുറ്റം പറയില്ല. കാരണം അതിലും വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്കിത്. അതിൽ ലോജിക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ എത്രയോ ഭേദം എന്ന് തോന്നിപ്പോയ ഒരു അവസ്ഥ എനിക്ക് ഇതിനകത്ത് തോന്നിയത്. ഇതിനകത്ത് ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് DAGing ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ രസമുണ്ടോയെന്ന് വെച്ചാൽ രസമുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ, അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയൊക്കെ. ഇതിനകത്ത് കാർത്തികേയ നമ്മുടെ സലാറിലൊക്കെ അഭിനയിച്ചുള്ള മറ്റേ ചെക്കനാണ്, അവൻ ഇതിനകത്ത് കുഞ്ഞു റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. പിന്നെ ആ റെബ ഇതിനകത്ത് ശ്രുതി ഹാസൻ്റെ അനിയത്തിയായിട്ടൊരു റോളുണ്ട്. പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ കുറേ പേര് അങ്ങനെ വന്നു പോകണൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫോട്ടോ പ്രസൻസ് ഉണ്ട് അവസാനം, അത് ഭയങ്കര ഐഡിയായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും തുടർന്നിൽ നിങ്ങളൊരു ഫോട്ടോ പ്രസൻസ് കണ്ടില്ല, അതേപോലെ ഇതിനകത്ത് ഒരു ഫോട്ടോ പ്രസൻസ് ഉണ്ട്. ഒരു ഫീമെയിൽ ആക്ട്രസ് ഫ്രം മലയാളം. ഒബിയസ്ലി ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണല്ലോ. അപ്പോൾ പക്ഷേ അതർ ദാൻ ദാറ്റ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയൊരു സിനിമ. എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഡള്ളായി പോയ ഒരവസ്ഥ. ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷ. ഞാൻ അന്തമാതിരി വേറെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ച് അത്രയും എക്സൈറ്റഡ് ആയിട്ട് പോയൊരു സിനിമ. പക്ഷേ ബോറടിപ്പിച്ച് കളഞ്ഞു. ഭയങ്കര ബോറടിയായിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ച് ഇതൊരു ബിലോ ആവറേജ് മൂവിയാണ്. ദ വേസ്റ്റ് മൂവി ഓഫ് ലോകേഷ് കനകരാജ്. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു വേസ്റ്റ് മൂവി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ നല്ലതുണ്ട്, തീർച്ചയായിട്ടും നല്ലതുണ്ട്. കോസ്റ്റ്യൂംസ് നല്ലതുണ്ട്. അതുപോലെ തന്നെ സൗബിൻ്റെ ആക്ടിങ്, ഞാൻ പറയില്ല, ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയത് സൗബിൻ്റെ ആക്ടിങ് ആണ്. കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയണ പോലെ ഇതിനകത്ത് സൗബിൻ്റെ ഭാഗം സൗബിൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, അനിയുടെ ഭാഗം അനി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. തലൈവർ പുള്ളിക്ക് പറ്റുന്ന ചെയ്തിട്ടുണ്ട്. ഒരു 75 വയസ്സുള്ള മനുഷ്യൻ, പുള്ളി ഇത്ര എഫേർട്ട് ഇടുമ്പോൾ ഈ സിനിമയുടെ ഡയറക്ടറും എഡിറ്റേഴ്സും ഇവരെല്ലാവരും, എഡിറ്റർ ഫിലോമിൻ രാജ് സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എഡിറ്ററാണ്. ലോക്കിയുടെ എല്ലാ സിനിമയും പ്രോബബ്ലി പുള്ളി തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ക്യാമറ ബൈ ഗിരീഷ് ഗംഗാധരൻ. ക്യാമറ വർക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ എന്താ പ്രോബ്ലം ഉണ്ട്, എഡിറ്റർ ആൻഡ് ഡയറക്ടർ ആയിരിക്കണം ഈ സിനിമ കുറച്ചും കൂടി ട്രിം ഡൗൺ ചെയ്ത് സെറ്റ് ആക്കേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരവസ്ഥ. അതുകൊണ്ട്
എനിക്ക് വേറെ ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവർ രണ്ടുപേരും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എഡിറ്റർ ആൻഡ് ഡയറക്ടർ ഈ സിനിമ കുറച്ചുകൂടി കട്ട് ഷോട്ട് ചെയ്യണമായിരുന്നു. ഇത്ര ലെങ്ത്തിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കഥയാണെങ്കിൽ തന്നെ ഭയങ്കര കേട്ടുമടുത്ത പഴയ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ, അതായത് ഒരു പുതുമയില്ല. ഓക്കെ, ഞാൻ കഥ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞത് എനിക്ക് കഥ വേണ്ടായിരുന്നു, പക്ഷേ എൻ്റർടൈനിങ് ആവണ്ടേ? ഇപ്പോൾ ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും അതിനൊരു വൺ ലൈനറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിനെ നമുക്ക് ചുരുക്കി വൺ ലൈനറായിട്ട് പറയാം. പക്ഷേ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി എൻ്റർടൈനിങ്. എനിക്കങ്ങനെയാണ് അറ്റ്ലീസ്റ്റ്. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യണം. ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കിട്ടിയെന്ന് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് പ്രതീക്ഷ പോയി, ഇത് ആരുടെ പടമാണ്? അപ്പോൾ അന്ത ലെവലിൽ ഒരു പടമായിരിക്കും എന്ന് പ്രതീക്ഷ. അതുമാത്രമല്ല, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ട്രെയിലർ ലോഞ്ച്, മ്യൂസിക് ലോഞ്ച് പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഏതൊരു നടൻ, ആരാണ്, നാഗാർജുനാണ് വന്നിട്ട് പറഞ്ഞത് ബാദ്ഷയുടെ 100 മടങ്ങാണെന്നൊക്കെ. എന്ത് കണ്ടിട്ട് പുള്ളി ഇത് പറഞ്ഞു? പുള്ളി ബാദ്ഷ കണ്ടിട്ടില്ലേ? ഭാഷയുടെ 100 മടങ്ങ്. ഭാഷ 100 തവണ ഇരുന്ന് കാണാം. ഈ സിനിമ എനിക്കിനി ഒരു തവണ കൂടി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത് ഈ ഓരോ ഇവൻസിൽ വന്നിട്ട് ഇങ്ങനെ തള്ളാൻ നിൽക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നാഗാർജുന, ഐ റെസ്പെക്ട് യു ആസ് എൻ ആക്ടർ, യു ഹവ് ഡൺ വെൽ ഇൻ ദിസ് മൂവി, ബട്ട് പ്ലീസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മുടെ തലയിൽ കയറും. അതുമാത്രമല്ല, ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മലയക്കോട്ടെ വാലിബൻ ഇറങ്ങാൻ തൊട്ട് മുന്നേ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ ടിനു പാപ്പച്ചൻ വന്നിട്ട് കുലുങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം പോലും അനങ്ങിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ബാദ്ഷയുടെ 100 തവണയെന്നു, ബാദ്ഷയുടെ .00001 പോലും ഈ സിനിമ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇനി എനിക്ക് കൂടുതൽ പറയാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ സങ്കടമാണ്. കാരണം ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയിട്ട് എനിക്ക് ഇമാതിരി ഒരു ഷോക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ എനിക്ക് സങ്കടമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വേറെ പറയുന്നില്ല. എന്തായാലും ഐ ഡിഡ് ലൈക്ക് ദിസ് മൂവി. ഇറ്റ് വാസ് ബിലോ ആവറേജ് ഇൻ മൈ ഒപ്പീനിയൻ. ഇതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ബ്ലൈൻഡ് ഫാൻസ് അല്ലെങ്കിൽ നിങ്ങൾ വന്ന് പറയുക നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള. ബ്ലൈൻഡ് ഫാൻസിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല വേറെ. ഞാനൊരു രജനി ഫാനാണ്, രജനിഫൈഡ് മനുഷ്യനാണ്. പക്ഷേ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കും. ആരുടെ ഫാനായാലും ശരി, എന്തൊക്കെയായാലും ശരി, അതിപ്പോൾ ഹൃത്തിക് റോഷൻ്റെ പടമായാലും ശരി, തലൈവറുടെ പടമായാലും ശരി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാലേട്ടൻ്റെ പടമായാലും ശരി, ആരായാലും ശരി, മമ്മൂക്കയുടെ പടമായാലും ശരി, ആരുടെ ആയാലും ശരി, സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഇവിടെ പറയും. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ, അല്ല വേറെ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഇതൊരു മോശം പടം ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് ഈ സിനിമ എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും കാണുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. കണ്ട് സ്വന്തം അഭിപ്രായം എടുക്കുക. എൻ്റെ അഭിപ്രായം വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഇതൊരു മോശം പടം ആവുന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അനുഭവിച്ച് എന്താണോ നിങ്ങൾക്ക് ഫീൽ ആയത് അത് നിങ്ങൾ പറയാം. അത് മാന്യതയോടെ പറഞ്ഞാൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അല്ലാതെ വന്ന് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട്. അത് ഞാൻ വീണ്ടും പറയാണ്. എന്തായാലും ഐ എം ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ് മൂവി, ബട്ട് കുഴപ്പമില്ല. നമുക്കെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ലുക്കിംഗ് ഫോർവേഡ് ടു ലോകേഷ് കനകരാജ് അടുത്ത മൂവി. പ്രോബബ്ലി അത് LCയുടെ ഭാഗമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് LCയുടെ ഭാഗമല്ല, അതുകൂടെ ഞാൻ പറയുന്നു. എന്തായാലും അതൊരു ഡിസപ്പോയിൻറ്റ് ഫാക്ടർ അല്ല, കാരണം അതുണ്ടായിരുന്നെങ്കിൽ ഒരു ഫീല് കിട്ടിയാനെ. പക്ഷേ എനിക്കിപ്പോൾ തോന്നി ഈ സിനിമ അതിൻ്റെ ഭാഗം ആഞ്ഞ് നന്നായി എന്ന് എനിക്ക് തോന്നിപ്പോയൊരവസ്ഥയാണ് എനിക്ക് ഫീലായത്. അമീർ ഖാൻ ഡിസേർവ്ഡ് ബെറ്റർ. കാരണം ഹിസ് പോർട്രയൽ വാസ് നോട്ട് ജസ്റ്റിഫൈഡ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല, ഇതിനും വേറെ ലെവലിൽ ചെയ്യണമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു അവസ്ഥ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് ലോക്കി വേറെ ലെവലിൽ ചെയ്യുമെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് നെൽസൺ ഇതിനേക്കാൾ നന്നായിട്ട് ഭയങ്കര രസമായിട്ട് ക്യാമിയോസ് ഹാൻഡിൽ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈവൻ ലോക്കി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ തള്ളി പറയാൻ പറ്റില്ല. ലോക്കി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനൊക്കെ എങ്ങനെയാണ് റോളക്സ് ആയിട്ട് കാണിച്ചത്, എന്ത് ലെവലായിട്ടാണ് വിക്രത്തിൽ കാണിച്ചത്. ഈവൻ ആ ഇൻ്റർ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോ നടന്മാരെ അതിനകത്ത് കാണിച്ച രീതി, ഫഹദിനെ പോർട്രേ ചെയ്ത രീതി എല്ലാം എന്ത് ലെവലായിരുന്നല്ലേ, എന്ത് കിടുവായിരുന്നു. അന്ത ലെവലിലേക്ക് അതിൻ്റെ 7 കാലത്തേക്ക് വന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഇടുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ.